ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. മൂൺ കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ, മൂൺ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്. ചില സൈനുകൾ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനുള്ള ചില സൈനുകൾ ഇവിടെ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അകാരണമായ പേടി നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്തോ വരാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ അനാവശ്യകരമായ കാര്യങ്ങളിൽ ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ അനാവശ്യകരമായ കാര്യങ്ങളിൽ അനുഭവിക്കുന്ന ദുഃഖം നിങ്ങൾക്ക് മാറിക്കിട്ടും. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരേണ്ടതല്ല. പക്ഷെ നിങ്ങളത് കുറേയൊക്കെ അനുഭവിക്കും എന്ന് ഓർത്തിട്ട് പേടിച്ചിരിക്കുന്ന എനർജിയാണ്. ഒരു ആകാംക്ഷയുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. അതുപോലെ ഉള്ളിൽ നല്ലതുപോലെ പേടിയുണ്ട്. പിന്നെ എന്താണ് എന്നെപ്പറ്റി സമൂഹത്തിൽ പറയുന്നത്? ആൾക്കാർ എന്നെപ്പറ്റി മോശമായിട്ട് പറയുവോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെയും എന്താണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി? എനിക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാളെ എനിക്ക് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ അകാരണമായ ഭയം നിങ്ങളെ അലട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള പേടിയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അപ്പോൾ തന്നെ ലെറ്റ് ഗോ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇതൊരു അൺനെസസറി വറിയാണ്, അനാവശ്യകരമായ, ഇത് ആവശ്യമില്ല നിങ്ങൾക്ക്, അനാവശ്യകരമായ ഒരു സ്ഥിതിയാണിത്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിരന്തരം നിങ്ങളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖങ്ങൾ, മനപ്രയാസങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, നാളെ എന്ത് സംഭവിക്കും, അത്തരത്തിലുള്ള ചിന്തകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉടൻ തന്നെ അതിനെ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആകുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ചിലേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതം നല്ല ഒരു ചേഞ്ചിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. മൂണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? മൂണിന്റെ പ്രകൃതം തന്നെ പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതല്ലേ മൂണെന്ന് പറയുന്ന ഒരു ഗ്രഹം. അപ്പോൾ ഇത് ഇന്ന് ഫുൾ മൂൺ ആണെങ്കിൽ നാളെ അമാവാസി, അങ്ങനെയല്ലേ. പിന്നെ അടുത്ത ദിവസം എന്താണ്? ഹാഫ് മൂൺ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഹാഫ് മൂൺ വരുന്ന കാലായിട്ടുള്ള കുറച്ച് 1/4 വരുന്നുണ്ട്, പിന്നെ 1/2 വരുന്നുണ്ട്, പിന്നെ 3/4 വരുന്നുണ്ട്, പിന്നെ ഫുള്ള് വരുന്നുണ്ട്, അല്ലേ. അപ്പൊ ഇങ്ങനെ ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി അതുപോലെ തന്നെ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഇവിടെ എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ ഭയമൊന്നും കാണില്ല. ചില ആൾക്കാരുടെ ഉള്ളിൽ, അത് ചില നാളിലൊക്കെ വരുന്ന ആൾക്കാർ, ചില രാശിയിൽ വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഫിയർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും വൃശ്ചികൻ രാശിയിൽ വരുന്ന ചില ആൾക്കാർക്കാണ് ഇങ്ങനെയൊക്കെയുള്ള ഫിയർ ഉണ്ടാവുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇത് ഒരു ചേഞ്ചിലൂടെ വരുന്നതാണ്. നിങ്ങളുടെ ജീവിതം ചേഞ്ചസിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം നാളെ നിങ്ങൾക്ക് വലിയൊരു സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഇമോഷൻസ് നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം.
വൈസ് കൗൺസിലറാണ് വന്നിരിക്കുന്നത്. യൂണിറ്റി വിത്ത് ദ സ്പിരിച്വലി മൈൻഡഡ് കമ്മ്യൂണിറ്റി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാർ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ആൾക്കാരുടെ എനർജിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി ചിലപ്പോൾ ഏതെങ്കിലും മത ആചാരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോട്ടിവേഷനിലൂടെ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആചാരങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാവാം. അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സ്പിരിച്വൽ കണക്ഷൻ ഉള്ള വ്യക്തിയാവാം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ള ഐഡിയാസ്, പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്ന എങ്ങനെയുള്ളതാണ്? ട്രഡീഷണൽ മെത്തേഡ്സ് ആൻഡ് ഐഡിയാസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പരമ്പരാഗതമായ ചില ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് അതിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുവരിക. അതാണ് പോയ ചില ആചാരങ്ങളെയൊക്കെ മുറുകെ പിടിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അതിലൂടെ നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയും എന്ന് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിൽ പലർക്കും ഉണ്ടാവാം. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ നല്ലൊരു മോട്ടിവേറ്റർ ആവാം. മനസ്സിലായോ? നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലും ശരി, അത് കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി അത് ബോധ്യപ്പെടുത്താനുള്ള ഒരു എനർജി നിങ്ങൾക്കിപ്പോൾ വരുന്നു എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ ഏതെങ്കിലും എനർജിയിൽ ഡൗൺ ആയിരുന്നാൽ പോലും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പ്രപഞ്ചവുമായിട്ട് ഒരുപാട്, യൂണിവേഴ്സുമായിട്ട് നല്ലതുപോലെ കണക്ഷനുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാനും പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ നിലനിൽക്കാനും സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും മറികടക്കാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി സിമ്പലാണ്. ഇത് നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് ദയയും ക്ഷമയും ഒക്കെ ഉണ്ടാവുന്ന ഒരു എനർജിയാണ്. ഇത് നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലേ? നമ്മൾ പറയും ക്ഷമിക്കൂ, മാപ്പാക്കൂ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഇത് എന്തുകൊണ്ടാണ് നമുക്ക് അതിനുള്ള കഴിവ് വരുന്നത്? അത് നമ്മളിലെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഏതെങ്കിലും കാര്യത്തിൽ ക്ഷമിക്കാൻ പറ്റില്ല. എത്ര ക്ഷമയോടുകൂടിയാണ് ആ വ്യക്തി ഇരിക്കുന്നത് എന്ന് നമ്മൾ ഒരാളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ഒരു ഈശ്വര ചൈതന്യം വിളയാടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ സ്നേഹം നിലനിർത്തുക, ദയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുക, ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ വരുന്നത് തന്നെയും എന്താണ്? നല്ല വിൽ പവർ ഉള്ള ആൾക്കാർക്കാണ്, പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിക്ക് ഏതൊരു തരത്തിലുള്ള ചലഞ്ചസിനെയും ഒബ്സ്റ്റക്കിൾസിനെയും മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സിലായി? ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടായിരിക്കണം, നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം, ഒന്നിനെ ഫോക്കസ് ചെയ്യുക, അതിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ്, ഉള്ളിൻ്റെ ഉള്ളിലൊരു ദയ ഉണ്ടാവണം, മറ്റുള്ളവരോട് കരുണ ഉണ്ടാവണം, സ്നേഹമുണ്ടാകണം, ക്ഷമയുണ്ടാകണം. ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉള്ള വ്യക്തിക്ക്, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പല വിധത്തിലൂടെയും വരുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ നന്നായിട്ട് പെരുമാറാനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് ഈശ്വര അനുഗ്രഹം ഒരുപാടുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള എനർജി വരുന്നത്. നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് വാൺസിന്റെ എനർജി വന്നിട്ടുണ്ട്, 6 ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട്. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 6 ഓഫ് വാൺസ് എന്ന് പറയുന്ന വാൺസ് ഓഫ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഈ 3 കാർഡ്സ് മേജർ അർക്കാന കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മേജറായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് അതിനിടയിൽ വരുന്ന മൈനറായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
സിക്സ് ഓഫ് വൺസിന്റെ എനർജിയാണ്. അതായത് വൺസ് ഫയർ സൈൻ ഏരീസ് ലിയോ സജിറ്റേറിയസ് എനർജി. അതായത് നിങ്ങളിലേക്ക് ഒരു വിക്ടറി വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിക്ടറി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിത് സംഭവിക്കാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ പ്രമോഷൻ ഉണ്ടാവാം. ചില ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ട് നിങ്ങൾക്കത് സ്ഥാനത്ത് മുൻപന്തിയിൽ വരാനുള്ള കഴിവുണ്ടാകുന്നു. ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് അവാർഡുകൾ റിവാർഡുകളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സ്കോളർഷിപ്പ് വാങ്ങിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ചില എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നു, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നു. നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു. എത്രമാത്രം കഴിവുണ്ടെങ്കിലും മറ്റുള്ളവർ അംഗീകരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു നിരാശയിൽ അവസാനിക്കും, അല്ലേ? ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെതായ ആവശ്യമില്ല. ആ നിരാശയിൽ നിന്ന് നിങ്ങൾ വളരെ വലിയ സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ്. കാരണം മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിക്ടറി അല്ലെങ്കിൽ സക്സസ് നിലനിർത്താൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാം, അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം കിട്ടാം, അതുപോലെ ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് പോകാം. എന്തായാലും ശരി, നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ്. സിക്സ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇത് എൻഡ് ഓഫ് എ ചലഞ്ചിങ് ടൈംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ചില നിങ്ങളുടെ പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വെല്ലുവിളികളൊക്കെ തീരാറായിരിക്കും. നിങ്ങൾക്കെതിരെയുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ എൻഡ് ആവാൻ പോകുന്നു. നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ ചാർത്തിയ ചില പേരുദോഷങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ജീവിതമേ മടുത്തു എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണോ നിങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാനത്തേക്ക് പോകാൻ സാധിക്കും. ഏതെങ്കിലും ഒരു അസുഖത്തിൽപ്പെട്ട് നിങ്ങൾ ഡിപ്രഷൻ അനുഭവിച്ച് കഴിയുകയാണോ, അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. ഇനി ചിലപ്പോൾ നിങ്ങളുടെ വീടെന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് എനർജീസിനെയാണ് തരുന്നത്. നിങ്ങൾക്ക് തലവേദന ഉണ്ടാകാം. നിങ്ങളുടെ വീട്ടിൽ തന്നെ കഴിയുമ്പോൾ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് തലവേദന ഉണ്ടാകാം, മറ്റു പല അസ്വസ്ഥതകളും ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത് എങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ മുന്നോട്ട് പോകുന്ന നല്ല ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ വീടെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നെഗറ്റീവ് എനർജിയെ തരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ വീടിനെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നതായിട്ടും കാണുന്നുണ്ട്. പലരും പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന എനർജി ഉണ്ട്, പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്ന എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് തന്നെ പോകാം, കുടുംബസഹിതം മറ്റൊരിടത്തേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അഥവാ കുടുംബസഹിതമല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഒറ്റയ്ക്കായാൽ പോലും നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബോട്ടം വന്നിരിക്കുന്ന ഹെർമിറ്റ് ആണ്, കണ്ടില്ലേ? ഇവിടെ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ആരെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ആവാം. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ഒന്നുകൂടി ജ്വലിക്കുന്നു. പല കാര്യങ്ങളെ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. ഭൗതികപരമായ ഒരുപാട് സന്തോഷങ്ങളെ വെടിഞ്ഞിട്ട് നിങ്ങൾ നല്ല ഒരു സമാധാനത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ വെടിഞ്ഞിട്ട് മറ്റ് ചില കാര്യങ്ങളിലേക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഭൗതികപരമായ ഒരുപാട് സന്തോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ്. മറ്റൊരു വെളിച്ചവും വേണ്ട, ഉള്ളിലെ വെളിച്ചം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസിന് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ വന്നിരിക്കുന്നത് എംപററാണ്, കണ്ടില്ലേ?
ഇതിന് തൊട്ടു ബാക്കിൽ വന്നിരിക്കുന്നത് എംപററാണ്. എംപറർ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോബിൽ നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യത, അതുപോലെ നിങ്ങളുടെ സക്സസ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. തൽക്കാലത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ ഒരു അധികാരഭാവത്തിലേക്ക് മറ്റുള്ളവർ കരുതുന്ന എനർജിയാണ്. ചിലപ്പോൾ സാലറി പെർമനന്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അത് ഈ ഒരു സമയത്ത് അത് പെർമനന്റ് ആവുന്നുണ്ട്. ജോബ് പെർമനന്റ് ആയിട്ടില്ല എങ്കിൽ അത് പെർമനന്റ് ആയിട്ട് കിട്ടാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. ജീവിതത്തിൽ പൊതുവേ തന്നെ ഒരു ഡിസിപ്ലിൻ ഒക്കെ നിലനിർത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എനർജി ഉണ്ട്. അതുപോലെ ഒരുപാട് അനുഭവജ്ഞാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴെന്നും കാണുന്നുണ്ട്. നമുക്കിനി ഒറാക്കിൾ കാർഡ്സ് കൂടി ഒന്ന് നോക്കാവേ. കോംപ്രമൈസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിനൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. ഇനി അഥവാ ഇതല്ല, ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി അഥവാ ഇതല്ല നിങ്ങളുടെ ലൈഫിലല്ല, ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യങ്ങളിലായാലും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ വരുന്നുണ്ട്. നല്ല ഒരു പാർട്ട്ണർ നിങ്ങളോടൊപ്പം ചേരുന്നു. അവരുമായിട്ട് നിങ്ങൾക്ക് അനുരഞ്ജനത്തിലൂടെ മുന്നോട്ട് ഏതൊരു കാര്യവും സക്സസ്സിലെത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബിസിനസ്സിനെ വളരെയധികം ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്ന്, അല്ലേ? അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളിലേക്ക് നല്ല ഒരു പാർട്ട്ണർ വരുന്നുണ്ട്. നിങ്ങളുടെ അതിൻ്റെതായ ഒരു സക്സസ്സിലേക്ക് അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അഥവാ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളുമായിട്ട് അകന്നിരിക്കുകയാണോ, നിങ്ങളുടെ സ്നേഹബന്ധത്തിനിടയ്ക്ക് ഒരു വിള്ളൽ വീണിട്ടുണ്ടോ, ഇനി അവിടെ നിങ്ങളിലേക്ക് അവർ തിരികെ എത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ പറയാം. അവർ തിരികെ എത്തിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും വന്നു തിരികെ എത്തിച്ചേരുന്നു. വീണ്ടും നിങ്ങൾ കോംപ്രമൈസിലൂടെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. പരസ്പരം കെയർ ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്രിയേറ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളിലെ ക്രിയേറ്റിവിറ്റിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. കാരണം ദൈവാനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് സ്വന്തം കഴിവ് മനസ്സിലാക്കിയിട്ട് അതിലൂടെ വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതിലൂടെ മുന്നോട്ട് വളർച്ച നേടാൻ കഴിയുന്നത് സ്വന്തം കഴിവിനെ മനസ്സിലാക്കി മുന്നോട്ട് വരിക. അങ്ങനെ സ്വന്തം കഴിവിനെ മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന വ്യക്തിയുടെ ഉള്ളിലാണ് ഈശ്വര ചൈതന്യം ഉള്ളത്. ആ ഈശ്വര ചൈതന്യത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കഴിവിനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കഴിവിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് ജീവിതത്തിൽ ഒരു സക്സസ്സിലേക്ക് പോകാൻ കഴിയുന്നത് ഈശ്വര ചൈതന്യം ഉള്ളിലുള്ള വ്യക്തികൾക്ക് മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വ്യാഴത്തിന്റെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണെന്ന് കാണുന്നുണ്ട്. ഇവിടെ അവയർനെസ് ആണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുന്നു. നിങ്ങളുടെ രൂപം തന്നെ മാറുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. സ്പിരിച്വലി ഒരുപാട് നിങ്ങൾ ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ഉയരത്തിലേക്ക് വരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. രൂപം തന്നെ നിങ്ങൾക്ക് മാറാൻ തുടങ്ങുന്നു. അങ്ങനെ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പുതിയ മാറ്റം നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. മനസ്സിലായ? നിങ്ങൾക്ക് സ്വയം നല്ല ഒരു അഭിവൃദ്ധിയിലേക്ക് വരാനുള്ള കഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. നമുക്കിനി നമുക്ക് യൂണിക്കോൺസിന്റെ മെസ്സേജസ് ഒന്ന് നോക്കാവേ.
എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് കറേജാണ്. യു ആർ സേഫ് എന്നാണ് വന്നിരിക്കുന്നുണ്ടല്ലേ. നിങ്ങളുടെ ഉള്ളിലെ ധൈര്യം നിങ്ങളെ സേഫാക്കി മാറ്റും. നിങ്ങൾക്ക് സുരക്ഷിതത്വത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. സേഫായിട്ടിരിക്കാൻ സാധിക്കുന്ന എന്ത്? നിങ്ങളുടെ ഉള്ളിലെ ധൈര്യം, ഇന്നർ സ്ട്രെങ്ത്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടോ, നിങ്ങളുടെ ഉള്ളിലുള്ള ധൈര്യം, അതായത് നിങ്ങൾക്ക് പേടിയില്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾക്ക് എത്ര സമയം ഇരിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് നിങ്ങളുടെ ജീവിതം നയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ, ഈ ഒരു അവസ്ഥ നിങ്ങളെ സക്സസ്സിൽ എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. വിൽ പവർ ഉണ്ടാവണം, പവർഫുൾ ആവണം എല്ലായ്പ്പോഴും. മനസ്സിലായോ? എന്നാൽ മാത്രമേ സക്സസ്സിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പേടിച്ച് വിറച്ചിരുന്നിട്ട് എനിക്കത് ലഭിക്കില്ല, എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്നൊക്കെയുള്ള വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അതേസമയത്ത് എന്നെ കൊണ്ട് ഇത് കഴിയും, ഐ ആം കേപ്പബിൾ, ഐ ആം സക്സസ്, ഇതൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിയാൻ പവർഫുൾ, ഞാൻ പവർഫുൾ ആണ്, എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല, ഇതൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്തായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് ഇരിക്കാനും സാധിക്കും എല്ലായ്പ്പോഴും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇവിടെ മറ്റ് ബാക്കി കാർഡ്സ് അത് ബോട്ടം വന്നിരുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്നത് മാജിക് ആണ്. മേക്ക് വിഷ്. ഇവിടെ വന്നിരിക്കുന്നത് മാജിക് അല്ലേ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ, അവിടെ നിങ്ങൾ വിശ്വസിക്കുക ഒരു മിറക്കിൾ ഇവിടെ സംഭവിക്കും എന്ന്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും ഒരു മാജിക്ക് പോലെ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരു മാജിക്ക് നിങ്ങളുടെ ചുറ്റിനും സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് വേണ്ടത്? നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതാണ് യൂണിക്കോൺ ഇവിടെ പറയുന്നത്. ഇവിടെ ബിലവഡ് ആണ് വന്നിരിക്കുന്നത്. പ്രിപ്പയർ ഫോർ യുവർ ലൈഫ് പാർട്ട്ണറാണ്. അതുപോലെ ബിലീവ് യു ആർ ലവബിൾ. നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ സ്നേഹമുള്ള ആളാണ്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും. ലവബിൾ, ഐ ആം ലവബിൾ, ഇതാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, ഞാൻ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല ഒരു പാർട്ട്ണറെ ലഭിക്കും. നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ അവരോടൊപ്പം ചേർന്ന് അവരെ നല്ല രീതിയിൽ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന എനർജിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ലവബിൾ ആയിട്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പാസ്റ്റ് ലൈഫ്സ് ആണ്. റിലീസ് യുവർ പാസ്റ്റ് ലൈഫ് കർമ്മ. നിങ്ങൾക്ക് ഇവിടെ കണ്ട, അപ്പോൾ ഇത് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ്സിലുള്ള കർമ്മ, നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെ കർമ്മ എന്താണോ അതിനെ നിങ്ങൾ റിലീസ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജന്മം നിങ്ങൾക്ക് അതിനെ റിലീസ് ചെയ്യാം. പാസ്റ്റ് ലൈഫിൽ നിന്ന് എന്താണോ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് അനുഭവിക്കാതെ പറ്റില്ല. അങ്ങനെ ചില ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള എനർജിയെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. കർമ്മയെ റിലീസ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കർമ്മയെ റിലീസ് ചെയ്യണമെങ്കിൽ എന്താണ് ഇവിടെ വേണ്ടതെന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലായ്പ്പോഴും യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ ഹീൽ ചെയ്യണം. സ്വയം ഹീൽ ചെയ്ത് മാറ്റാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നത്തെ. എന്നിട്ട് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്തു എന്ന് യൂണിവേഴ്സിനോട് പറയുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ ലെറ്റ് ഗോ ചെയ്ത്, ഞാനിത് ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, എന്നിലേക്ക് വന്നിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഞാൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, യൂണിവേഴ്സിനോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു എന്നൊക്കെ എല്ലാ തവണയും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് കാലങ്ങൾക്കകം തന്നെ നിങ്ങളുടെ കർമ്മ നിങ്ങളെ വിട്ടുപോകുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.